ഹായ് ഫ്രണ്ട്സ്, ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആധാറും ഡ്രൈവിംഗ് ലൈസൻസുമായി എങ്ങനെ ഓൺലൈനായി ലിങ്ക് ചെയ്യാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഓൺലൈനായി ഡ്രൈവിംഗ് ലൈസൻസിൽ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഭാവിയിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ, അഡ്രസ് ചേഞ്ച് തുടങ്ങി ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട എന്ത് ഓൺലൈൻ പ്രോസസ്സുകളും ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചും എങ്ങനെ ചെയ്യാമെന്ന് വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. ഓൺലൈൻ പ്രോസസ്സിൽ ഒരു ടെക്നിക്ക് പ്രയോഗിച്ചെങ്കിൽ മാത്രമേ ഇത് നമുക്ക് വിജയകരമായി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് വീഡിയോ ആദ്യ അവസാനം കാണുവാൻ ശ്രദ്ധിക്കുക. RCയും ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകൾ അടങ്ങിയ വീഡിയോകളൊക്കെ ചാനലിൽ ലഭ്യമാണ്. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി നമ്മൾ പരിവാഹൻ വെബ്സൈറ്റിലാണ് പ്രവേശിക്കേണ്ടുന്നത്. സൈറ്റ് അഡ്രസ് parivahan.gov.in എന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇത് മൊബൈൽ ഉപയോഗിച്ചും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോയുടെ അവസാനം മൊബൈൽ ഉപയോഗിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. സൈറ്റിൽ പ്രവേശിച്ച ശേഷം ഇടത് സൈഡിലായി ഓൺലൈൻ സർവീസസ് എന്ന് കാണാം. അതിന് താഴെയായി ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം സ്റ്റേറ്റ് കേരള തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല, ക്ലോസ് ചെയ്യാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ വലത് സൈഡിൽ മുകളിലായി അതേഴ്സ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്താൽ താഴോട്ട് കുറേ ലിങ്കുകൾ വരും. അതിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ ആധാർ നമ്പർ, വെർച്വൽ ID എന്നീ രണ്ട് ലിങ്കുകൾ കാണാം. വെർച്വൽ ID ഉള്ളവർക്ക് അത് കൊടുക്കാം. ആധാർ നമ്പർ ഉള്ളവർക്ക് ആധാർ നമ്പറിൻ്റെ നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്തതിന് ശേഷം തൊട്ട് താഴെ ലൈസൻസ് ഉടമയുടെ, ലൈസൻസ് ഹോൾഡറുടെ ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം തൊട്ടടുത്തായി കാണുന്ന ജനറേറ്റ് OTP എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് OTP വരും. ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിൻ്റെ അവസാനത്തെ 4 ഡിജിറ്റ് അവിടെ കാണിച്ചിട്ടുണ്ട്. ആധാറും മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്തവർക്ക് ഇത് ചെയ്യുവാൻ സാധിക്കുകയുമുള്ളൂ. അങ്ങനെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് വന്ന 6 അക്ക OTP അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ കണ്ടീഷൻസ് ആണ്. അതിന് നേർക്കുള്ള 3 ചെക്ക് ബോക്സുകളിലും റൗണ്ട് എനേബിൾ ചെയ്ത ശേഷം താഴെ വന്ന് ഓതൻറ്റിക്കേറ്റ് എന്നവിടെ കാണാം. അതിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് ആധാറിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങളൊക്കെ നമുക്കിവിടെ ദൃശ്യമാകുന്നതാണ്. പേരും ഡേറ്റ് ഓഫ് ബർത്തും ഫാദറിൻ്റെ പേരും അഡ്രസ്സും ഒക്കെ ഇവിടെ ലഭ്യമാണ്. UIDAI വെബ്സൈറ്റിൽ നിന്നും ഫെച്ച് ചെയ്ത് വന്ന ഡീറ്റെയിൽസാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കത്തില്ല. ഫോട്ടോ ഉൾപ്പെടെ ആധാറിലുള്ള ഫോട്ടോയാണ് വന്നിരിക്കുന്നത്. താഴെ വന്ന് പ്രൊസീഡിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ അപേക്ഷകൻ ഹോൾഡ് ചെയ്യുന്നത് ഏതാണോ ഇവിടെ 3 ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ്, ലേണേഴ്സ് ലൈസൻസ്, കണ്ടക്ടർ ലൈസൻസ്. നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് താഴോട്ട് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള കോളം വരും. ഡേറ്റ് ഓഫ് ബർത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടേക്ക് ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ DL നമ്പർ എന്നാൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ തന്നെയാണ്. ആധാറുമായി ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. 15 ഡിജിറ്റ് ഉണ്ടാകണം. 15 ഡിജിറ്റ് ഇല്ലാതെ പഴയ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ ആദ്യം സംസ്ഥാന കോഡായ KL ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം RTO കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. KL കഴിഞ്ഞിട്ട് 5728 അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പുതിയതായിട്ട് ഇറങ്ങുന്ന വണ്ടികളുടെയൊക്കെ നമ്പറിൻ്റെ ആദ്യം ഈ RTO കോഡ് ഉണ്ടാകും. അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്ത വർഷം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറിന് മുന്നേ 15 ഡിജിറ്റ് ആകാൻ എത്ര 0 വേണോ അത്രയും 0 ആഡ് ചെയ്ത് കൊടുക്കണം. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഡ്രൈവിംഗ് ലൈസൻസ് മൊബൈൽ ഉപയോഗിച്ച് റിന്യൂ ചെയ്യുന്ന വീഡിയോ ചാനലിലുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗത്ത് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ 15 ഡിജിറ്റുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ടൈപ്പ് ചെയ്തതിനു ശേഷം താഴെ വന്ന് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ഡേറ്റ മിസ്സിംഗ് എന്നാണ് വന്നിരിക്കുന്നത്. അതിന് നമ്മളിവിടെ ഒരു ടെക്നിക്ക് പ്രയോഗിക്കേണ്ടതുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കൊടുക്കുമ്പോൾ ആദ്യം സംസ്ഥാന കോഡായ KLഉം അതിനുശേഷം RTO കോഡ്, ഞാനിപ്പം KL24 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ KL24 കഴിഞ്ഞിട്ടൊരു സ്പേസ്, ഒരു ഗ്യാപ്പ് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യൂ. അതിനുശേഷം സബ്മിറ്റ് കൊടുത്താൽ ഇതേപോലെ ഇവിടെ ശരിയായിട്ട് വരുന്നതും നമുക്ക് കാണാം. ഇവിടെ ലൈസൻസ് ഹോൾഡറുടെ ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത്. ലൈസൻസ് ഹോൾഡറുടെ പേര് വന്നിട്ടുണ്ട്, ഗാർഡിയൻ്റെ പേര് വന്നിട്ടുണ്ട്, അതേപോലെ ഗ്യാപ്പോട് കൂടിയ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ 15 ഡിജിറ്റുള്ള നമ്പർ വന്നിട്ടുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത്. ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിൽ നിലവിലുള്ള ഫോൺ നമ്പരും അവിടെ കാണാം.
ഇവിടെ നമ്മൾ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പുതിയ മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള പേജാണ് വരുന്നത്. ഇവിടെ ആദ്യം പുതിയ മൊബൈൽ നമ്പർ കൊടുക്കണം. ഇവിടെ പുതിയ മൊബൈൽ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ആ മൊബൈൽ നമ്പർ ഉണ്ടല്ലോ, നേരത്തെ OTP ഒക്കെ വന്നിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പർ മാത്രമേ കൊടുക്കാൻ ഒക്കൂ. അല്ലാതെ വേറൊരു നമ്പർ ഇവിടെ കൊടുക്കാൻ സാധിക്കത്തില്ല. ആ മൊബൈൽ നമ്പർ 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. തൊട്ട് വലത് സൈഡിലായി റീസൺ ഫോർ ചേഞ്ച് എന്ന് കാണാം. അവിടെ ന്യൂ മൊബൈൽ നമ്പർ ചേഞ്ച് എന്നോ ന്യൂ നമ്പർ എന്നോ സിം ബ്ലോക്ക് എന്നോ അങ്ങനെ എന്തെങ്കിലും റീസൺ നമുക്കവിടെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം താഴെ പ്രൊസീഡ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് താഴെ ഇപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുമ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള കോളം വരുന്നതാണ്. ആ ഇപ്പോൾ കൊടുത്ത മൊബൈലിലേക്ക് വന്ന OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ആദ്യം വെരിഫൈയിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പ്രൊസീഡിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അങ്ങനെ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് ലൈസൻസ് നമ്പർ എന്ന് പറഞ്ഞാൽ ലൈസൻസ് നമ്പർ അവിടെ കാണിക്കുകയും വിത്ത് നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ കാണിക്കുകയും ചെയ്യും. ഇതോടെ ഈ ഒരു പ്രോസസ്സ് ഇവിടെ അവസാനിക്കുന്നതുമാണ്. ഇങ്ങനെ നമുക്ക് ലൈസൻസും ആധാറിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കും. ഇനി മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി മൊബൈലിൽ ഗൂഗിൾ എടുത്ത ശേഷം പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ സൈറ്റിൽ പ്രവേശിക്കാനുള്ള ലിങ്ക് ലഭിക്കും. സൈറ്റ് അഡ്രസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇടത് സൈഡിൽ കാണുന്ന 3 വരകളിൽ പ്രസ് ചെയ്താൽ താഴെ ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്നുള്ള ലിങ്ക് വരും. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം സ്റ്റേറ്റ് കേരള തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം ഒരു പോപ്പപ്പ് വിൻഡോ വരും. അത് ക്ലോസ് ചെയ്യാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ വീണ്ടും ഇടത് സൈഡിൽ ലൈസൻസ് മെനു എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്താൽ താഴെയായിട്ട് അതേഴ്സ് എന്നൊരു ടാബ് കാണാം. ആ അതേഴ്സിൽ പ്രസ് ചെയ്തതിന് ശേഷം അവിടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്നുള്ളൊരു ലിങ്കുണ്ട്. ആ ലിങ്കിൽ പ്രസ് ചെയ്ത് നമുക്ക് നേരത്തെ കണ്ടതുപോലെ ലിങ്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ സബ്മിറ്റ് വയ ആധാർ ഓതൻറ്റിക്കേഷൻ എന്നും സബ്മിറ്റ് വിത്തൗട്ട് ആധാർ ഓതൻറ്റിക്കേഷൻ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അത് പിന്നീടും പേജ് പൂർണ്ണമായിട്ട് വരുമ്പോൾ ആ ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ല. ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാലും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് മൊബൈൽ ലിങ്ക് ചെയ്തിട്ടുള്ളവരൊക്കെ ആധാർ സബ്മിറ്റ് വയ ആധാർ ഓതൻറ്റിക്കേഷൻ തന്നെ കൊടുത്ത് ചെയ്യുവാൻ ശ്രമിക്കുക. പേജ് പൂർണ്ണമായിട്ടും വന്നു കഴിയുമ്പോൾ ആ ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ല. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള ഓപ്ഷൻസ് മാത്രമാണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.